ഉയർച്ച താഴ്ച. അപ്പോൾ സൂര്യൻ 8-ാം ഭാവത്തിൽ ഒരാളുടെ ചാൻസ് നിന്നാൽ അയാളുടെ അധികം എപ്പോഴും ഉയർച്ച താഴ്ചയോടെ കടന്നു വരാനായിരുന്നു. ഓക്കെ, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് മാറ്റങ്ങൾ വരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നെഗറ്റീവ് മാറ്റങ്ങൾ വരുന്നു. 8-ാം ഭാവവും ദുരിതത്തിന്റെ ഭാവമാണ്. വിവാഹത്തെ സൂചിപ്പിക്കുന്ന 7-ാം ഭാവം, അതിന്റെ അർത്ഥം 8-ാം ഭാവത്തിൽ നിന്നാണ് വൈവാഹിക ജീവിതത്തിന് പലവിധ തടസ്സങ്ങളുണ്ടാകുന്നതാണ്. അത് പല കാരണങ്ങളാണ്. ഡിവോഴ്സ് അതുപോലും ഡിവോഴ്സ് ഉണ്ടില്ല, വൈവാഹിക ജീവിതത്തിന് പല രീതിയിലും ബുദ്ധിമുട്ടുകളാണ്. ഇത് 8-ാം ഭാവം സൂചിപ്പിക്കുന്നതിൽ നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള ഡിസൈർ, നിയമ അനുസൃതമല്ലാത്ത ബന്ധങ്ങൾ, വിവാഹ കടങ്ങൾ, ലോണുകൾ, അതുപോലെ മാനസികമായ ഇമോഷണൽ ആയിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് സഹോദരന്മാരാണ് ഇന്ന് നമ്മൾ അതിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യം നിൽക്കുകയാണെങ്കിൽ 12 നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള സമ്മർദ്ദം, അയാളുടെ മാനസികമായിട്ടുള്ള ഈ മാനസികമായിട്ടുള്ള പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ഈ ഏജ് വരെയും അയാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു 30 വയസ്സിനപ്പുറം ആ സമയം തൊട്ടായിരിക്കും അയാൾ സാമ്പത്തികമായിട്ടൊരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ മനസ്സിൽ കാര്യമുണ്ട്, 8-ാം ഭാവാധിപൻ എട്ടിലും ലഗ്നത്തിലും നിൽക്കുന്നവർക്ക് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള അൺസെറ്റിൽഡ് ലോൺ, ഫോർ എക്സാമ്പിൾ ലൈഫ് ലോൺ നമ്മുടെ നാട്ടിലെ ഹൗസിംഗ് ലോൺ എടുക്കുന്നത് ലോങ് ടേം ലോണാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ലോൺ മാറി കഴിയുമ്പോൾ വേറെ ലോൺ എടുക്കും, വേറെ ലോൺ മാറി കഴിയുമ്പോൾ വേറെ ലോൺ എടുക്കും. ചെറിയതാണ് മതി, അങ്ങോട്ടൊരു കുറച്ച് കാശ് കൊടുക്കും, തിരിച്ച് ഇങ്ങോട്ട് കാശ് നോക്കി അതിന്റെ ലൈഫിൽ മൊത്തം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കൊണ്ട് അയാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം വളരെ അധികമായിരിക്കും. അതുപോലെ തന്നെ 8-ാം ഭാവാധിപനെ കുറിച്ചുള്ള സരളായ യോഗത്തില് സരളായ യോഗത്തില് അയാളുടെ സെക്ഷൽ ലൈഫ് വളരെയധികം 8-ാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുന്നത് 8-ാം ഭാവം സെക്ഷൽ ഡിസയർസിന്റെ ഒരു ഭാവമാണ്. 8-ാം ഭാവാധിപൻ ആദ്യം നിൽക്കുമ്പോൾ ഇയാൾക്ക് ആ സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്ന വ്യക്തികളുമായിട്ട് വളരെയധികം ശത്രുത ഉണ്ടാകാം. അത് 6-ലും 12-ലും 8-ാം ഭാവാധിപൻ നിൽക്കുമ്പോൾ വളരെയധികമായിരിക്കും. പക്ഷെ 8-ാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിനുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകുമെങ്കിലും ഇയാൾക്ക് അധികം സക്സസ് ആയിരിക്കും ഉണ്ടാകുക. 6-ലും 12-ലും ആണെങ്കിൽ സക്സസ് ഉണ്ട്, പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഈ റിലേഷൻഷിപ്പ് വളരെ ട്രബിൾ ചെയ്തിട്ടില്ല. ഇതാണെങ്കിൽ ഒരു ഇന്നത്തെ റിലേഷൻഷിപ്പിന് എപ്പോഴും ഒരു നെഗറ്റീവ് ഛായുണ്ട്. പക്ഷെ ഇതിൽ ഒന്നും കൊണ്ട് അയാൾക്ക് തളർച്ച ഉണ്ടാവുകയില്ലെന്നാണ് കാണിക്കുന്നത്. പിന്നെ 8-ാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും അയാൾക്ക് വളരെയധികം സ്ട്രെങ്ത്, അതായത് അസുഖങ്ങളോടുള്ള ദീർഘായുസായിരിക്കും അയാൾക്ക് ലഭിക്കുന്നത്. പിന്നെ 8-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുകയാണെങ്കിൽ അതും ഒരു ബുദ്ധിയുടെ സരളയോഗമാണ്. ഇയാളുടെ ശത്രുക്കൾ കൂടുതലും ഫോറിൻ ലാൻഡ്സിനായിരിക്കും. ഇയാൾക്ക് ശത്രുക്കൾ കൂടുതൽ ഉണ്ടാകുന്നത് ഇയാളുടെ കർമ്മത്തിൽ
ഭാവാധികം സമയത്തും നിൽക്കുമ്പോൾ അതിൽ കൂടുതലും അതിൽ മിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് മിസ്റ്റിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അസ്ട്രോളജി, ചാനൽ, ന്യൂമറോളജി, വാസ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ താല്പര്യമുണ്ടായിരിക്കും. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ കൃത്യമായിട്ടും ഒരു മെഡിക്കൽ സയൻസ് പഠിക്കേണ്ടതുണ്ട്. മെഡിക്കൽ സയൻസ് ആവുന്നില്ല വിശുദ്ധ പുസ്തകങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം, പിന്നെ ഈ വ്യക്തിക്ക് സ്പിരിച്വൽ ഗൈഡ് ആകാനുള്ള ചാൻസിന്റെ എണ്ണം, ഇയാളുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ സ്പിരിച്വൽ ഡൊമൈനിൽ നിന്ന് വരും. അങ്ങനെയൊക്കെ ആയിരിക്കും 8ാം ഭാവത്തിന് 6ലും 8ലും 12ലും എത്തുന്നത്. ഇനി 12ാം ഭാവത്തിന് 6ലോ 8ലോ വന്നിട്ടുണ്ട്. 12ാം ഭാവാധിപൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മോക്ഷ ഹൗസാണ് 12ാം ഭാവം. 12ാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനസ്ഥാനം, ഹിഡൻ ഹൗസാണ്. ഓക്കെ, ഇതിനകത്ത് കാണിക്കുന്നത്, ഇതിനകത്ത് പറയുന്ന അൽജിബിയയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. നഷ്ടങ്ങൾ, ചാരന്മാർ, അന്ത്യകർമ്മങ്ങൾ, ഫോർവേഡ്, അതായത് വാല്യൂവിൽ നമ്മുടെ കുക്കർമ്മങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ദൂരദേശത്ത് നമ്മൾ പോയിട്ട് അവിടെ തടവിലാക്കപ്പെടാനുള്ള ഒരവസ്ഥ, ദൂരദേശത്ത് ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന അവസ്ഥ, ദൂരദേശത്ത് ശത്രുക്കൾ ഉണ്ടാകാനുള്ള അവസ്ഥ, നമ്മുടെ അറ്റ്ലസ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കപ്പൽ ജോലികളൊക്കെ ദൂരദേശത്തൊക്കെ ഇഷ്ടംപോലെ ശത്രുക്കളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 12ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളുടെ ഭാവങ്ങൾ, അത് ഹോസ്പിറ്റൽ, ആശ്രമങ്ങൾ, സന്യാസദീക്ഷ, അതുപോലെ തന്നെ ഏകാന്ത ജീവിതം നയിക്കാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ഹീലേഴ്സ്, അതുപോലെ തന്നെ കൗൺസിലേഴ്സ്, സ്പിരിച്വൽ ടീച്ചേഴ്സ്, ഇവരെല്ലാം സൂചിപ്പിക്കുന്നത് ഭാവമാണ് 12ാം ഭാവം. 12ാം ഭാവാധിപൻ 6ലോ 8ലോ 12ലോ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള പലതരം ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ 12ാം ഭാവാധിപൻ ഈ 6, 8 കമ്പനി നിൽക്കുമ്പോൾ ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരു 30 to 40 years അയാളുടെ കംപ്ലീറ്റ് മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതായിരിക്കും. അതുവരെ അയാളുടെ ലൈഫിൽ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി വെളിവാക്കുന്ന പല അനുഭവങ്ങൾ അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എല്ലാ സംശയമാണ്. അതുപോലെ തന്നെ 12ാം ഭാവാധിപൻ 6, 8, 12 നിൽക്കുമ്പോൾ ചൈൽഡ് അബ്യൂസിനുള്ള ഒരു ശക്തമായിട്ടുള്ള ചാൻസസ് ആണുള്ളത്. നിങ്ങൾക്ക് 12ാം ഭാവാധിപനിൽ ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചൈൽഡ് അബ്യൂസ് അനുഭവിച്ചിട്ടുണ്ടോ? ചൈൽഡ് അബ്യൂസ് എപ്പോഴും സെക്ഷൽ അബ്യൂസ് ആണെന്നില്ല. വെറുതെ അബ്യൂസ്, മാതാപിതാക്കൾ കുട്ടികളെ അടിച്ചും വെടിച്ചും ചതിച്ചും ഓവർ ടൈം ചെയ്യിപ്പിച്ചും അത് സ്ലീപ്പ് ഡിസൈഡ് കുട്ടികളെ ശരിക്കും ഉറങ്ങാൻ അനുവദിക്കാതെ ടീനേജേഴ്സൊക്കെയാണ് കുട്ടികളെ എഴുതുന്നത്. കാരണം അവർ വളർന്നു വരുന്ന സിറ്റുവേഷൻ അതിന് അവർ ഒരിക്കലും പറയില്ല. കാരണം ടീനേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ധാരാളം ഉറങ്ങണം. അതവരുടെ ഹോർമോൺ ഡിവലപ്പ്